ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിനകത്ത് VNൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒന്നും അധികം അറിയില്ല എന്നുണ്ടെങ്കിൽ VNൽ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ VNൻ്റെ മറ്റ് എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ലിങ്കാണ് സമ്മോസ് കൊടുക്കാം. സോ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് VNനകത്തുള്ള ബ്ലെൻഡിങ്, ക്രോമാക്കി ഈ രണ്ട് അഡ്വാൻസ് ടൂൾസിനെ പറ്റിയാണ്. സോ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. സോ അതേ ലാഗ് അടിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ബ്ലെൻഡിങ്ങും ക്രോമാക്കിയും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ചില റീൽസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു എഫക്റ്റ്. ഇതിൻ്റെ പേരാണ് ഫിലിം ബേൺ ഓവർലേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഇടിമിന്നൽ എഫക്റ്റ്, ഈ ഒരു മഴ പെയ്യുന്ന എഫക്റ്റ്, ഇതൊക്കെ ചെയ്യുന്നത് ബ്ലെൻഡിങ്ങും ക്രോമാക്കിയും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫിലിം ബേൺ ഓവർലേ അല്ല പോട്ടെ ഒരു മഴ പെയ്യുന്ന എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യം VNനകത്ത് ഒരു വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിനകത്ത് പോയിട്ട് ജസ്റ്റ് റെയിൻ ഓവർലേ എന്ന് വെച്ചിട്ട് സെർച്ച് ചെയ്യുക. റെയിൻ ഓവർലേ ബ്ലാക്ക് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് കാണാൻ 2-3 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഒക്കെ ഉള്ളത്. സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ ശേഷം VNനകത്ത് നേരത്തെ ആ എഡിറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ സാധാരണ വീഡിയോ ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലെൻഡിങ്ങിനകത്ത് പോയിട്ട് സ്ക്രീൻ അല്ലെങ്കിൽ ലൈറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് ആ മഴ പെയ്യുന്ന മാത്രം കിട്ടുന്നതാണ്. സോ ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും ബ്ലെൻഡിങ് എന്താണെന്നുള്ളത്. ബ്ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്തുള്ള ബ്ലാക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള സബ്ജക്റ്റ് അല്ല ഒബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതാണ് ബ്ലെൻഡിങ്. ഇതേ സെയിം കാര്യം തന്നെയാണ് ക്രോമാക്കി വെച്ചിട്ട് ഓരോ കളർ, ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ, ബ്ലൂ സ്ക്രീൻ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ വേറെ കുറേ കളറൊക്കെ ഉണ്ടാവും എടുത്ത് കാണിക്കുന്നത്. അതായത് നമ്മുടെ സബ്ജക്റ്റിനകത്തൊരു ബ്ലൂവോ ഗ്രീനോ ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഏത് കളറായാലും നിങ്ങൾക്ക് ക്രോമാക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് മാത്രം കട്ട് ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാകുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് കിട്ടും. നമ്മൾ സാധാരണ ഐഫോണിനകത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ PNG ആയിട്ട് നമ്മളെ ഫോട്ടോ മാത്രം കട്ട് ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ക്രോമാക്കി വെച്ചിട്ട്. സോ ഇനി ക്രോമാക്കിയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. സോ അതിന് വേണ്ടി ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു തീ വരുന്ന എഫക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി യൂട്യൂബിനകത്ത് പോയിട്ട് ഫയർ ഗ്രീൻ സ്ക്രീനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് VNനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർലേ ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ്ങിന് പകരം ക്രോമാക്കി സെലക്ട് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൽ ഗ്രീൻ സ്ക്രീൻ ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇൻറ്റൻസിറ്റിയും മറ്റേ ഷാഡോസൊക്കെ അതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് സംഭവം മനസ്സിലാകുന്നതായിരിക്കുന്നു. ഇതാണ് ക്രോമാക്കിയും ബ്ലെൻഡിങ്. ഇനി ക്രോമാക്കീൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ എഡ്ജസ് ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിനകത്തൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ആ ഒരു ഫയറിൻ്റെ സ്ഥലത്ത് ഗ്രീൻ കളറായിട്ട് നിങ്ങൾക്ക് കാണാം. മൊത്തത്തിലായിട്ട് കട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒന്നാമത് നമ്മൾ സ്മാർട്ട് ഫോണിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. രണ്ടാമതായിട്ട് ആ ഒരു സ്റ്റോക്ക് ഫുട്ടേജിൻ്റെ ക്വാളിറ്റിയും ഇരിക്കും. സോ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ എഡ്ജൊന്നും കറക്റ്റ് കാണാത്തൊരു ടൈപ്പ് ഒരു വീഡിയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രോമാക്കിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ അങ്ങനത്തെ സമയത്ത് ബ്ലെൻഡിങ് ആണെന്നെങ്കിൽ ബ്ലെൻഡിങ് വെച്ച് നിങ്ങൾ അങ്ങനെ ഒരു ഫയർ എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം ബ്ലാക്ക് ആയതുകൊണ്ട് മൊത്തത്തിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ബ്ലെൻഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡിങ്ങിൽ നമ്മൾ ഇതുപോലെ തീ എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിലൂടെ ഒരു ഗ്ലാസ് കാണുന്നില്ല, ഉള്ളിൽ എൻ്റെ ഈ ഒരു ഷോൾഡർ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. സോ അതുപോലെ ഉള്ളിലുള്ള കാര്യം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്ലെൻഡിങ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം കാണുന്നതാണ്. അതേ സ്ഥാനത്ത് ക്രോമാക്കിയിൽ എങ്ങനെ തീ എഫക്റ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് വീഡിയോ ആണ്. അത് ഈ ഒരു മെയിൻ വീഡിയോൻ്റെ മുകളിലായിട്ട് ഓവർലേ ആയിട്ട് തന്നെയാണ് അത് ആഡ് ചെയ്യുന്നത്. സോ അതാണ് ഈ ക്രോമാക്കിൻ്റെയും ബ്ലെൻഡിങ്ങിൻ്റെയും വ്യത്യാസം. അപ്പോൾ ക്രോമാക്കി എന്താണ്, ബ്ലെൻഡിങ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. സോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പല എഫക്റ്റുകൾ, നമ്മൾ ഇടിമിന്നൽ എഫക്റ്റൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനെപ്പറ്റി യൂട്യൂബ് വീഡിയോയും ഷോർട്ടൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. എന്നിട്ട് നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്നതാണ്. സോ ഇന്നത്തെ വിടത്തിലുള്ളൂ. അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മാസ്കിങ്ങിനെ പറ്റി പറയുന്നത്. സോ മാസ്കിങ് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ കാര്യം തന്നെയാണ്. സോ അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇന്നത്തെ അടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.